നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പ്രിലിംസ് എക്സാം ഇവിടെ അടുത്തെത്തിയില്ല. 10-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പൊ കുറഞ്ഞ സമയം ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ അതിൽ മറ്റു എക്സാമുകൾക്കൊന്നും ഇല്ലാത്ത ഒരു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന പല ആളുകൾക്കും വലിയൊരു ധാരണ ഇല്ലാത്ത ഒരു ഭാഗമാണ് ഈ പറയുന്ന ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ്. നമ്മൾ നേരത്തെ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്താണ് ഡബിൾ എൻട്രി അക്കൗണ്ടിങ് എക്സാമ്പിൾ സഹിതം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കാണുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതോടൊപ്പം ടാൻഡം പി എസ് സി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങളുടെ പിന്തുണയാണ് വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാൻ പ്രചോദനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഓരോ ക്ലാസ് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഇതിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ നോട്ട്സ് എഴുതി എടുക്കണമെന്നില്ല. ഇതിന്റെ PDF ടാൻഡം പി എസ് സി എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടി ടാൻഡം പി എസ് സി എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അംഗമാവുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ബുക്ക് കീപ്പിംഗിന്റെ ഭാഗത്ത് ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സിലബസിൽ എടുത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ എന്താണ് ബേസിക് ടേംസ്, എന്തൊക്കെയാണുള്ളത്? പ്രധാനമായിട്ടും ഒരുപാട് സംഗതികൾ അതിലുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് അസറ്റ് ഉണ്ട്, ലാബിലിറ്റി ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, റവന്യൂ ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ഒരു അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് എന്താണ് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആദ്യത്തിൽ അസറ്റ് എന്താന്ന് നോക്കാം. നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, അവൻ കമ്പനിക്ക്, ആ സ്ഥാപനത്തിന് അവനൊരു അസറ്റ് ആണ് എന്നൊക്കെ പലപ്പോഴും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. ഒരു ആസ്തി എന്ന് പറയും, മലയാളത്തിൽ ആസ്തി എന്ന് പറയും. ദീസ് ആർ റിസോഴ്സസ് ഓൺഡ് ബൈ എ ബിസിനസ് വിത്ത് മോണിറ്ററി വാല്യൂ ലൈക്ക് ക്യാഷ്, അക്കൗണ്ട്സ് റിസീവബിൾ, ഇൻവെന്ററി ആൻഡ് പ്രോപ്പർട്ടി. അതായത് ഇതിൽ പിന്നെ എന്തൊക്കെയുണ്ട്? അതായത് ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ട് ആയിട്ട് കിടക്കുന്നത് കിട്ടാനുള്ള ഏതെങ്കിലും പിന്നെ തുകയാണെങ്കിൽ അത്, ഇൻവെന്ററി അല്ലെങ്കിൽ പ്രോപ്പർട്ടി. എനിക്കിപ്പോ 1 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അതിന്റെ അസറ്റ് ആണെന്ന് പറയാം. അതായത് ഒരു വാല്യൂ, ഒന്നുകിൽ എനിക്ക് പണമായിട്ട് ഒരിടത്തു നിന്ന് കിട്ടാനുള്ളതാണ്, ആരെങ്കിലും കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയറിൽ എങ്ങനെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതാണെങ്കിൽ അതൊക്കെ എന്റെ അസറ്റ് ആണ്. അതായത് എനിക്ക് കിട്ടാനുള്ളത്, അതാണ് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ളതെല്ലാം എന്റെ അസറ്റ് ആണ്. അത് ഒരു പക്ഷെ വസ്തുക്കളായിട്ടായിരിക്കും. ഇപ്പോൾ ഗോൾഡ് ആയിട്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അസറ്റാണ്. എനിക്കൊരു വാഹനം ഉണ്ടെങ്കിൽ, ഒരു ബസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാർ ഉണ്ടെങ്കിൽ, ഒരു ലോറി ഉണ്ടെങ്കിൽ, അതൊക്കെ എനിക്കൊരു അസറ്റാണ്. അല്ലെങ്കിൽ എനിക്കൊരു ഏക്കർ അല്ലെങ്കിൽ 2 ഏക്കർ ഭൂമിയുണ്ട്, അതും ഒരു അസറ്റ് ആണെന്ന് പറയാം. അങ്ങനെ എന്തും ഫർണിച്ചറുകൾ ഒരു അസറ്റാണ്. ഇപ്പൊ വാല്യൂ ഉള്ള ഏതൊരു വസ്തുവും അസറ്റാണ്. അതേപോലെ ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എന്റെ ക്യാഷ്, അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള ക്യാഷ്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കും, 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയും അക്കൗണ്ടിന്റെ ടൈമിൽ. അപ്പൊ ഈ ക്യാഷ് ഇൻ ഹാൻഡും എന്താണ്? അസറ്റാണ്. അപ്പൊ എന്താണ് അസറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒന്നുകിൽ വാല്യൂ ഉള്ള ഒരു വസ്തു, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കിട്ടാനുള്ള വസ്തു. ഇതൊക്കെ അസറ്റാണ്. അത് നമുക്ക് പറയില്ല, നമ്മുടെ സമ്പാദ്യം എന്നൊക്കെ പറയാം നമുക്ക്, അല്ലെ? നമ്മുടെ സമ്പാദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ കൂട്ടും? നമ്മുടെ കയ്യിലുള്ള വാഹനം കൂട്ടും, ഗോൾഡ് കൂട്ടും, അതോടൊപ്പം നമുക്ക് കിട്ടാനുള്ള ക്യാഷ് കൂട്ടും. കൊടുക്കാനുള്ളത് കൂട്ടുമോ? കൊടുക്കാനുള്ളത് സമ്പാദ്യമാണോ? അല്ല, അല്ലെ? അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇത് അസറ്റ് എന്നുള്ള ഭാഗത്ത് വരുന്നത് നമുക്ക് കിട്ടാനുള്ള തുക, അതോടൊപ്പം എന്തെങ്കിലുമൊക്കെ വാല്യൂ ഉള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ, ഇതൊക്കെ എന്താണ്? അസറ്റാണ്. ഭൂമി ഉണ്ടെങ്കിൽ ഭൂമി, അല്ലെങ്കിൽ എന്റെ വീട് എനിക്കൊരു അസറ്റാണ്. കാരണം വീട് വിറ്റാൽ ഒരു തുക എനിക്ക് കിട്ടുമല്ലോ. എന്നതുപോലെ എന്റെ വാഹനം അസറ്റാണ്, ഗോൾഡ് അസറ്റാണ്, എല്ലാം അസറ്റാണ്. എന്റെ കമ്പ്യൂട്ടർ എനിക്കൊരു അസറ്റാണ്, എന്റെ ടേബിള്, എന്റെ ചെയർ ഒക്കെ അസറ്റാണ്. ഈ അസറ്റിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. മൂവബിൾ അസറ്റ് എന്നും ഇമ്മൂവബിൾ അസറ്റ് എന്നും. ഒരുപക്ഷെ നിങ്ങൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാകും സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്ന് കേട്ടിട്ടുണ്ടാകും. സ്ഥാവര ജംഗമ വസ്തുക്കൾ.
സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്ന് പറയും. അതായത് മൂവബിൾ ഓർ ഇമ്മൂവബിൾ അസറ്റ്. മൂവബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്റെ വാഹനം എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതൊരു മൂവബിൾ അസറ്റ് ആണ്. എന്റെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ എന്റെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്റെ ചെയർ, എന്റെ ഫർണിച്ചർ, ഇതൊക്കെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അസറ്റ് ആണ്. അപ്പൊ അതൊക്കെ എന്താണ്? മൂവബിൾ അസറ്റ് ആണ്. ഇനി എനിക്കൊരു ഏക്കർ ഭൂമിയുണ്ട്, ഞാനിപ്പോ തൽക്കാലം വിദേശത്തേക്ക് താമസം മാറാൻ പോകും, എനിക്ക് ഈ ഭൂമി എടുത്ത് പോകാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതെന്താണ്? അത് ഇമ്മൂവബിൾ അസറ്റ് ആണ്. അതൊരിക്കലും, അല്ലെങ്കിൽ എന്റെ വീട്, അത് ഇമ്മൂവബിൾ അസറ്റ് ആണ്. അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, എനിക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഞാൻ പോകുന്നിടത്തേക്ക് സൗകര്യത്തെ കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. അപ്പൊ അത് ഇമ്മൂവബിൾ അസറ്റ് ആണ്. അപ്പൊ മൂവബിൾ അസറ്റും ഉണ്ട്, ഇമ്മൂവബിൾ അസറ്റും ഉണ്ട്. സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്ന് മലയാളത്തിൽ പറയും. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതായത് എനിക്ക് കൊണ്ടുപോകാൻ, എന്നോടൊപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന എന്റെ അസറ്റുകളൊക്കെ എന്താണ്? അത് മൂവബിൾ അസറ്റ് ആണ്. എന്നാൽ എനിക്ക് വെച്ചിടത്ത് നിന്ന് അനക്കാൻ പറ്റാത്ത ഭൂമി പോലെയുള്ള, വീട് പോലെയുള്ളതൊക്കെ എന്താണ്? ജംഗമ വസ്തുക്കളാണ്, അല്ലെങ്കിൽ സോറി, എന്താണ്? ഇമ്മൂവബിൾ അസറ്റ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ആ ഭാഗത്ത് പഠിക്കാനുള്ള മറ്റൊരു ടേം ആണ് ലയബിലിറ്റി. അസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ലയബിലിറ്റി എന്ന് പറയാം. അസറ്റ് കിട്ടാനുള്ളതെങ്കിൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ളതാണ്. അസറ്റ് കിട്ടാനുള്ളതെങ്കിൽ ലയബിലിറ്റി കൊടുക്കാനുള്ളതാണ്. ദീസ് ആർ ഡെബ്റ്റ്സ് ഓൾഡ് ബൈ എ ബിസിനസ് ടു അതേഴ്സ് സച്ച് ആസ് അക്കൗണ്ട്സ് പേയബിൾ, ലോൺസ്, സാലറീസ് പേയബിൾ. അതായത് എനിക്കൊരു കമ്പനി ഉണ്ട്, ആ കമ്പനി ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ ഞാൻ തിരിച്ചടക്കാനുള്ളതാണ്. അപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ഞാൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 ലക്ഷം ഞാൻ തിരിച്ചടക്കാനുള്ളതാണ്. അതെന്റെ ബാധ്യതയാണ്. പിന്നെ എനിക്ക് ഒരു മാസം കഴിയുമ്പോൾ എന്റെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം, അല്ലെ? അപ്പൊ ആ ശമ്പളം എന്താണ്? എന്റെ ഒരു ബാധ്യതയാണ്. പിന്നെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കൊടുക്കാനുള്ളത്, അതൊക്കെ എന്താണ്? ലയബിലിറ്റിയാണ്. അപ്പൊ അസറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് ലയബിലിറ്റി. അസറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ളത്, ലയബിലിറ്റി കൊടുക്കാനുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അസറ്റും ലയബിലിറ്റി മനസ്സിലായിട്ടുണ്ടാവും. അസറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് ലയബിലിറ്റി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. എന്താണ് ഇക്വിറ്റി? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദിസ് റെപ്രസെന്റ്സ് ദ ഓണേഴ്സ് സ്റ്റേക്ക് ഇൻ ദ ബിസിനസ് വിച്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അസറ്റ് ആൻഡ് ലയബിലിറ്റി. അതായത് നമ്മളിപ്പോ പറയാറുണ്ട്, എനിക്ക് പിന്നെ മിച്ചമാണ്, അല്ലെങ്കിൽ എനിക്ക് കടമാണ്. എനിക്കിപ്പോ ഒരുപാട് ആളെടുത്ത് കിട്ടാനുണ്ട്, ഒരുപാട് പേർക്ക് കൊടുക്കാനുണ്ട്, പല തരത്തിലും എനിക്ക് കൊടുക്കാനുണ്ട്, പല നിലക്കും കിട്ടാനുണ്ട്. അപ്പൊ ഈ കൊടുക്കാനുള്ളത് ലയബിലിറ്റി ആണ്, കിട്ടാനുള്ളത് അസറ്റ് ആണ്. ഈ അസറ്റും ലയബിലിറ്റിയും കുറക്കുമ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ പറയുന്ന ഇക്വിറ്റി എന്ന് പറയുന്നത്. ഒരു പക്ഷെ ലാഭമായിരിക്കാം, ഒരു പക്ഷെ നഷ്ടമായിരിക്കാം. ഞാൻ 10 ലക്ഷം രൂപ പലയിടത്തായിട്ട് കൊടുക്കാനുണ്ട്, എനിക്ക് കിട്ടാനുള്ളത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ 12 ലക്ഷം രൂപയുണ്ട്. എങ്കിൽ എന്താണ്? 2 ലക്ഷമാണ് എന്റെ ബാലൻസ്. അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ പിന്നെ അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇക്വിറ്റി. ചിലപ്പോൾ അത് മൈനസ് ആവാം, ചിലപ്പോൾ പ്ലസ് ആവാം. ഇനി എനിക്ക് 10 ലക്ഷം രൂപ കിട്ടാനുണ്ട്, 12 ലക്ഷം രൂപ പല ഇതിലായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ 2 ലക്ഷം രൂപ എന്താണ്? അത് മൈനസ് ആണ്, അല്ലെ? ആ രീതിയിൽ ഇക്വിറ്റി പ്ലസ് ആവാം, മൈനസ് ആവാം. അപ്പൊ 3 ടേം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അസറ്റ് പഠിച്ചു, ലയബിലിറ്റി പഠിച്ചു, ഇക്വിറ്റി പഠിച്ചു. ഇനി റവന്യൂ ആണ്. റവന്യൂ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതായത് ദീസ് ആർ ദ ഇൻകം എ ബിസിനസ് ഏൺസ് ഫ്രം ഇറ്റ്സ് പ്രൈമറി ഓപ്പറേഷൻസ്. ആ പ്രൈമറി ഓപ്പറേഷൻസിൽ നിന്നും ഒരു ബിസിനസ് സ്ഥാപനം നേടുന്നത്, ബിസിനസ് സ്ഥാപനം എന്നാവണ്ട, ഗവൺമെന്റിന്റെ കേസിലാണ് ഗവൺമെന്റിന്റെ വരുമാനം. അപ്പൊ ടാക്സ് ഒക്കെ റവന്യൂ ആണ്. നികുതിയേതര വരുമാനങ്ങൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്? റവന്യൂ ആണ്. അത് ദൈനംദിനമായിട്ട് കിട്ടുന്നതിന്, റെക്കറിംഗ് ആയിട്ട് കിട്ടുന്നതാണ് ഈ പറയുന്ന റവന്യൂസ് എന്ന് പറയുന്നത്. സച്ച് ആസ് സെയിൽസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. നമ്മളൊരു വസ്തു വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്നത്, അത് റവന്യൂ ആണ്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാക്സ് ഇനത്തിൽ അല്ലെങ്കിൽ ഫീസ് ഇനത്തിലൊക്കെ കിട്ടുന്നതൊക്കെ എന്താണ്? റവന്യൂ ആണ്. നമ്മൾ വരുമാനം എന്ന് പറയല്ലോ, അതിനല്ലേ വരുമാനം എന്ന് പറയുള്ളൂ. വരുമാനം ഒരാൾക്ക് കൊടുത്തത് തിരിച്ചു കിട്ടുമ്പോൾ അതിനെ റവന്യൂ എന്ന് പറയില്ല. എനിക്കിപ്പോ 1 ലക്ഷം രൂപ ഞാൻ ഒരാൾക്ക് കടം കൊടുത്തതുണ്ട്, അയാൾ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അതെന്റെ റവന്യൂ ആണോ? അല്ല, അതിന്റെ അസറ്റ് ആണ്, അല്ലെ? അത് റവന്യൂല് വരില്ല. റവന്യൂ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനിപ്പോ ഒരു സാധനം സെയിൽ ചെയ്യുമ്പോൾ അത് കിട്ടുന്നത്, അതിനെയാണ് റവന്യൂ. ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ ഇതെന്തല്ല, നമ്മളിപ്പോ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് വിറ്റിട്ട് കിട്ടുന്നത് എന്തല്ല, അത് റവന്യൂ അല്ല. മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോ ഞാൻ പറഞ്ഞു, എനിക്കൊരു അസറ്റ് ഉണ്ട്, 1 ഏക്കർ ഭൂമിയുണ്ട്. ഞാൻ 1 ഏക്കർ ഭൂമി വിറ്റിട്ട് അതിന്റെ പൈസ എനിക്ക് കിട്ടുമ്പോൾ അതിനെ റവന്യൂ എന്ന് പറയും, വരുമാനം എന്ന് പറയും. അത് വരുമാനമല്ല, അല്ലെ? ഒരു സ്ഥിരം വരുമാനമല്ല. അതെന്റെ ഒരു അസറ്റ് നഷ്ടപ്പെടുത്തിയപ്പോൾ കിട്ടിയതാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ ദൈനംദിന ഓപ്പറേഷൻസിൽ ഒരു കച്ചവട സ്ഥാപനത്തിന് ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്.
സാധനങ്ങൾ വിൽക്കുമ്പോൾ, ഇപ്പോൾ ഒരു കച്ചവട സ്ഥാപനമാണെങ്കിൽ, ഒരു സ്റ്റേഷനറി കടയാണെങ്കിൽ അവിടെ നിന്ന് അരി വിൽക്കുമ്പോൾ, പഞ്ചസാര വിൽക്കുമ്പോൾ ഒക്കെ കിട്ടുന്നത് അത് റവന്യൂ ആണ്. ഇനി റവന്യൂയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എക്സ്പെൻസ്. എന്താണ്? ദീസ് ആർ ദ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ടു ജനറേറ്റ് റവന്യൂസ് സച്ച് ആസ് റെന്റ്, യൂട്ടിലിറ്റീസ്, വേജസ്. അപ്പൊ എക്സ്പെൻസിൽ എന്തൊക്കെ വരും? ഒരു കച്ചവട സ്ഥാപനമാണെങ്കിൽ അവർക്ക് വാടക കൊടുക്കാനുണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാണ്ടാവും? എന്തെങ്കിലും ഇപ്പോൾ കറണ്ട് ബില്ല് അടക്കേണ്ടി വരും, അല്ലെങ്കിൽ കൂലി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ഇന്റർനെറ്റ് ചാർജ് അടക്കേണ്ടി വരും. അങ്ങനെ എന്തൊക്കെ വഴിക്ക് നമുക്ക് ചെലവുണ്ടോ അതിനെയൊക്കെ നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് പറയും. അപ്പൊ റവന്യൂവിന്റെ നേരെ ഓപ്പോസിറ്റ് എക്സ്പെൻസ്. ദൈനംദിന ചെലവുകളാണ് എക്സ്പെൻസ്, ദൈനംദിന വരവുകൾ ഈ റവന്യൂ എന്ന ഭാഗത്താണ് വരിക. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അസറ്റ് പഠിച്ചു, ലയബിലിറ്റി പഠിച്ചു, ഇക്വിറ്റി പഠിച്ചു, റവന്യൂ പഠിച്ചു, എക്സ്പെൻസ് പഠിച്ചു. ഇനി മറ്റൊന്നാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇത് ആർക്കും വിശദീകരിച്ച് തരേണ്ട ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. കാരണം ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഫോൺ പേ പോലെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണുന്ന വാക്കായിരിക്കും 100 rupees ക്രെഡിറ്റഡ് അല്ലെങ്കിൽ 100 rupees ഡെബിറ്റഡ്. അതായത് അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് റെസീറ്റ് വരുന്നതിന് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയും, പിന്നെ അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ട് പേയ്മെന്റ് ആകുമ്പോൾ അതിനെ ഡെബിറ്റ് എന്ന് പറയും. ഇൻ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എവറി ട്രാൻസാക്ഷൻ എഫക്ട്സ് അറ്റ്ലീസ്റ്റ് 2 accounts വിത്ത് 1 account ബീങ് ഡെബിറ്റഡ് ആൻഡ് അതർ ബീങ് ക്രെഡിറ്റ്. അപ്പൊ നമ്മൾ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഡബിൾ എൻട്രി അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞത്. അതായത് ഓരോ ഡബിൾ എൻട്രി അക്കൗണ്ടിങ്ങിന്റെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഒരു ഡെബിറ്റ് ഒരു ക്രെഡിറ്റും ഉണ്ടാവും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരാൾ ഒരു നികുതി വന്ന് അടക്കുകയാണെങ്കിൽ അവിടെ പിന്നെ ക്യാഷ് ഇൻ ഹാൻഡിൽ എന്താവും? ക്രെഡിറ്റ് ആകും. അതോടൊപ്പം ടാക്സ് റെസീവബിൾ, നമ്മൾ കിട്ടാനുള്ള ടാക്സ് എന്നുള്ള ആ ഒരു ഹെഡിൽ ഡെബിറ്റും വരും. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ക്ലാസ് കാണാത്തവർ നിർബന്ധമായിട്ട് കാണുക, എങ്ങനെയാണ് ഡബിൾ എൻട്രി അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു എൻട്രി നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതിനെ ക്രെഡിറ്റ് എന്നും അങ്ങോട്ട് കൊടുക്കുന്നതിന് ഡെബിറ്റ് എന്നും. നമുക്കറിയാം, ATM നിന്ന് നമ്മൾ ക്യാഷ് എടുത്തു കഴിഞ്ഞാൽ അത് ഡെബിറ്റ് ആയി, നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുകയാണല്ലേ. ക്യാഷ് പിൻവലിക്കുമ്പോൾ അവിടെ ഡെബിറ്റ് വരുന്നു. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്? ക്രെഡിറ്റ് ആണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് ക്യാഷ് പിന്നെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ വഴി അങ്ങോട്ട് ക്യാഷ് അയക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഡെബിറ്റ് വരും. എന്നാൽ ഒരാൾ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് അയച്ചു തരികയാണെങ്കിൽ അവിടെ നമ്മൾ ക്രെഡിറ്റ് വരും. പഠിക്കാനുള്ള മറ്റൊരു ടേമാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? നമ്മൾ അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്, ഇക്വിറ്റി എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അതായത് ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി എന്നാണ്. അസറ്റ് എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി എന്നുള്ളതാണ്. അതായത് ബാധ്യതയോടൊപ്പം ഇക്വിറ്റി കൂട്ടിയതാണ് അസറ്റ് അഥവാ ആസ്തി എന്ന് പറയുന്നത്. പിന്നെ ബാലൻസ് ഷീറ്റ് എന്നുള്ള ഒരു ടേമാണ് പിന്നെ പഠിക്കാനുള്ളത്. എന്താണ് ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ പേര് പോലെ തന്നെയാണ്. അതായത് ആ കമ്പനിയുടെ ബാലൻസ് എന്ന് പറയുന്നത് ഈ പിന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണിത്. അതായത് മൊത്തം പിന്നെ മുൻബാക്കി ഇത്ര, ആ കമ്പനിയുടെ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ലാഭം ഇത്ര, പ്ലസ് ഈ കൊല്ലത്തെ വരവിത്ര, ചെലവിത്ര എന്ന രീതിയിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവസാനം ആ കമ്പനിയുടെ ടേൺ ഓവർ, അതൊരു പക്ഷെ ലാഭമായിരിക്കാം, നഷ്ടമായിരിക്കും. ഒരു കമ്പനിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. അപ്പൊ ബാലൻസ് ഷീറ്റിൽ എന്താ പറയാ, ലയബിലിറ്റി ആണോ അസറ്റ് ആണോ കൂടുതൽ എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ആ കമ്പനിയുടെ പിന്നെ ജയപരാജയങ്ങളെ നമ്മൾ തീരുമാനിക്കുക. ഒരു കമ്പനി ലാഭത്തിലാണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ലയബിലിറ്റിയേക്കാൾ കൂടുതലായിരിക്കും അല്ലെ. അസറ്റും ലയബിലിറ്റിയും സെയിം ആണെങ്കിൽ അവിടെ എന്ത് പറയാം? ലാഭവും ഇല്ല നഷ്ടമില്ല എന്ന് പറയാം. അസറ്റ് ആണ് കൂടുതലെങ്കിൽ അവിടെ അതിന് ആ കമ്പനി ലാഭത്തിലാണെന്ന് പറയാം. ലയബിലിറ്റി ആണ് കൂടുതലെങ്കിൽ കമ്പനി നഷ്ടത്തിലാണെന്ന് പറയാം. അപ്പൊ ഈ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ് ആ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. അതായത് ആ കമ്പനിക്ക് മൊത്തം ലഭിച്ചിട്ടുള്ള വരുമാനം ആണ് ഈ പറയുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുക. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് മറ്റൊരു ടേം. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ക്യാഷിന്റെ ഫ്ലോ കാണിക്കുന്ന, അതായത് ഒരു ബിസിനസ്സിൽ പണം പുറത്തേക്കും അകത്തേക്കും വന്ന് വരവും പോക്കും, പണത്തിന്റെ വരവും പോക്കും സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. പിന്നെ മറ്റൊരു ടേമാണ് ഡിപ്രീസിയേഷൻ. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ടേം ആയിരിക്കും. തേയ്മാനം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. അതായത് ഒരു വസ്തു, ഇപ്പോൾ ഒരു അസറ്റ് ആണെങ്കിൽ ആ അസറ്റിന് വർഷാവർഷം ഒരു ഡിപ്രീസിയേഷൻ കണക്കാക്കും നമ്മൾ. ഈ കൊല്ലത്തെ വാല്യൂ അടുത്ത കൊല്ലത്തേക്ക് ഉണ്ടാവില്ല. ഒരു സാധനത്തിന് എന്തെങ്കിലും തേയ്മാനം സംഭവിക്കൂലേ, ആ രീതിയിൽ ഇപ്പൊ വാഹനമാണെങ്കിൽ 2025 മോഡൽ വാഹനമാണെങ്കിൽ
നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ മോഡലിനനുസരിച്ച് വില കുറയുന്നില്ല. 2025 വില ആവില്ല 2024 മോഡലിന്, 2023 മോഡലാകുമ്പോൾ കുറച്ചുകൂടി വില കുറയും. ആ രീതിയിൽ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ കണക്കാക്കും. അതിനെയാണ് നമ്മൾ തേയ്മാനം എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് എ ലോങ് ടേം അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അതായത് ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഓരോ സാധനങ്ങൾ, ഇപ്പോൾ കമ്പ്യൂട്ടർ അടക്കമുള്ള സാധനങ്ങൾ, ഇലക്ട്രോണിക് ഡിവൈസിനൊക്കെ ഒരു വർഷം 15% ഏകദേശം ഡിപ്രീസിയേഷൻ കണക്കാക്കുക കമ്പനികളൊക്കെ. അതായത് 7 വർഷം കഴിഞ്ഞാൽ ഈ ഒരു കമ്പ്യൂട്ടർ മാറ്റി വാങ്ങണം എന്നുള്ള രീതിയിലാണ് അവർ കാൽക്കുലേഷൻ ഉണ്ടാവുക. ഒരു വർഷം 15% ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ 7 വർഷം കൊണ്ട് 105% ഡിപ്രീസിയേഷൻ സംഭവിക്കും. അതായത് 100% എന്ന് പറയാം 7 വർഷം കൊണ്ടാണ് സംഭവിക്കുക. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങി കഴിഞ്ഞാൽ 7 വർഷം കഴിഞ്ഞാൽ അത് മാറ്റി വാങ്ങേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ഒരു കണക്കുകൾ, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ തയ്യാറാക്കുക. ആ രീതിയിലാണ് കമ്പനിയുടെ ലാഭനഷ്ടങ്ങൾ കണക്കാക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്ന. അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ടേംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. നല്ല ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.